നമസ്കാരം. യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ പണ്ട് മുതലേ ഒരു നല്ല ചങ്ങാത്തമുണ്ട്, ഊഷ്മളമായ ബന്ധമുണ്ട്. പ്രത്യേകിച്ച് 1-2 ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ആ ബന്ധം വളരെ ദൃഢമാണ്. ട്രാൻസ് അറ്റ്ലാന്റിക് ഒരു കോഓപ്പറേഷൻ, അറ്റ്ലാന്റിക്കിന്റെ പടിഞ്ഞാറും കിഴക്കുമായി ഉള്ള രാജ്യങ്ങൾ സഹകരണം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നു. മുൻ ഭരണകൂടത്തിന് സമയത്തും 2016 മുതൽ 20 വരെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും യൂറോപ്പിനെ കുറിച്ച് അത്ര മതിപ്പായിരുന്നില്ല ട്രംപിന്. നമുക്ക് ഫ്രാൻസിന്റെ കാര്യം മനസ്സിലാക്കാം. ഫ്രാൻസ് പലപ്പോഴും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെ അമേരിക്കക്കെതിരെ പോലും ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. തങ്ങളുടെ വീറ്റോ അധികാരങ്ങൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക അനുകൂലമായി ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ബ്രിട്ടന്റെ കാര്യം അങ്ങനല്ല. എപ്പോഴും ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ വളരെ വലിയ ചങ്ങാത്തത്തിലാണ്. ജർമ്മനിയും അമേരിക്കയും തമ്മിലും ആ ഒരു മൂപ്പിളമ തർക്കം ഇല്ലായിരുന്നു. പക്ഷേ ട്രംപ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഉക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി ചർച്ച നടത്താൻ ഒരുങ്ങുകയാണ്. 2 രാജ്യങ്ങളുമായും ഉക്രൈനുമായും റഷ്യയുമായും കഴിഞ്ഞ ആഴ്ച ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തി. വ്ളാഡിമിർ പുടിനുമായും സെലൻസ്കിയുമായും ട്രംപ് വ്യക്തിപരമായി ടെലിഫോൺ കോൺവെർസേഷൻ, സെലൻസ്കിയുമായ സംഭാഷണം 1 മണിക്കൂറിലധികം നീണ്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പ്രതീതി, 2 രാജ്യങ്ങളുടെ മധ്യേ ഒരു നെഗോഷിയേറ്റർ എന്ന നിലയിൽ അമേരിക്ക വരുമോ? അത് സാധ്യത കുറവാണെന്ന് എല്ലാവരും വിലയിരുത്തുന്നു. കാരണം റഷ്യ ഒരു വലിയ ശക്തി തന്നെയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ റഷ്യ സന്നദ്ധമാകും. ഉക്രൈൻ സന്നദ്ധമാകുമോ? അതൊരു ചോദ്യമാണ്. പക്ഷേ ഇത് വ്യക്തി എന്ന നിലയിൽ ട്രംപിന്റെ ഒരു കമ്മിറ്റ്മെന്റ് ആയിരുന്നു. അദ്ദേഹം അധികാരം ഏറ്റെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ ഈ പ്രശ്നം, റഷ്യ ഉക്രൈൻ വിഷയം പരിഹരിക്കും. തനിക്ക് അതിനുള്ള ഫോർമുല ഉണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞു, 48 മണിക്കൂർ കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, 1 മാസമാകാൻ പോകുന്നു ട്രംപിന്റെ ഭരണകൂടം. പക്ഷേ ട്രംപിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് 2 കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചു. ഒന്ന്, ട്രംപ് തന്റെ ദൂതന്മാരെ അയച്ചു. യൂറോപ്പിലേക്കല്ല, മറിച്ച് സൗദി അറേബ്യയിലേക്ക് അയച്ചു. ട്രംപിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറിനെയും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയെയും. ഇപ്പോൾ അദ്ദേഹം ഇസ്രായേലിലാണ്. ഇസ്രായേലിൽ നിന്നും അടുത്ത ദിവസം സൗദി അറേബ്യയിലേക്ക് വരും. അതുപോലെ അദ്ദേഹത്തിന്റെ പശ്ചിമേഷ്യ കാര്യങ്ങൾ നോക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തെയും അയക്കുന്നു. ഈ 3 പേരെ ട്രംപ് സെലക്ട് ചെയ്ത് അങ്ങോട്ട് അയക്കുന്നത് ഗാസയുടെ വിഷയം പരിഹരിക്കാനല്ല. അപ്പൊ നമുക്ക് തോന്നാം ഗാസയാണ് അപ്പോൾ വിഷയമെന്നല്ല. അത് റഷ്യൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്യാനായി സൗദി അറേബ്യയിലേക്ക് റഷ്യ പ്രതിനിധികളെ അയക്കുകയാണ്. അപ്പൊ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും നയതന്ത്രജ്ഞരുമായും അമേരിക്കൻ പ്രതിനിധികൾ ചർച്ച നടത്തി ഒരു ധാരണയായതിനു ശേഷം ട്രംപും പുടിനും നേരിട്ട് സംസാരിക്കും. സെലൻസ്കിക്ക് ക്ഷണമില്ലെന്ന് ഓർക്കണം. സൗദി അറേബ്യയിലേക്ക് സെലൻസ്കിയെ ക്ഷണിച്ചിട്ടില്ല. അതേസമയം സെലൻസ്കി നിലവിൽ സൗദി അറേബ്യയിലേക്കും ഉള്ള സന്ദർശനത്തിന് മധ്യയാണ്, അങ്ങോട്ട് പോകാൻ പോവുകയാണ്. UAEയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അവിടുത്തെ രാജ്യഭരണങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സമാന്തരമായി ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? യൂറോപ്പിനെ ഒഴിച്ചു നിർത്തി, എന്നാൽ മറ്റ് ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ തേടി ഒരു ന്യൂട്രൽ വേദി. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക അതൊരു ന്യൂട്രൽ വേദിയാണ്. അമേരിക്ക പറയുന്നതിന് വഴങ്ങുന്ന രാജ്യമാണ് സൗദി. ഒരു ഭരണകൂടവുമായി ഇടപെടുമ്പോൾ, ഒരു ഡെമോക്രാറ്റിക് ഭരണകൂടവുമായി ഇടപെട്ടാൽ പ്രതിപക്ഷത്ത് നിന്നും അപസ്വരങ്ങൾ ഉയരും. അതുകൊണ്ട് സൗദി രാജാവുമായി, പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ സൽമാൻ ബിസിനസ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരാളാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സൗദി രാജകുമാരനുമായി സംസാരിക്കുന്നു. പക്ഷേ സൗദിയിൽ എല്ലാം കാര്യങ്ങൾ ഭദ്രമല്ല. അവിടെ ചില മറുത്തുള്ള രാജകുടുംബത്തിനുള്ളിൽ തന്നെ ചില വ്യത്യസ്ത സ്വരങ്ങൾ ഉയരുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ പിന്നീട് ഗാസയുമായി ബന്ധപ്പെട്ട സൗദിയുടെ നിലപാട് പറയുമ്പോൾ സൗദിയുടെ നിലപാടിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊള്ളാം. ഇവിടെ ഇത് ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് ഇപ്പോൾ പാരീസിൽ മറ്റൊരു ഉച്ചകോടി നടക്കുകയാണ്. അത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു പെട്ടെന്ന് വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളനം. വിഷയം ഉക്രൈനാണ്. അതെന്താണ് അതിന്റെ കാര്യം? ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രിയും പ്രത്യേക താല്പര്യമെടുത്ത് ബ്രിട്ടീഷ് നേതാക്കളെയും ജർമ്മൻ, സ്പാനിഷ്, ഇറ്റാലിയൻ, അതെല്ലാമാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, പശ്ചിമ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എല്ലാം തന്നെ
പോളണ്ട് ഉൾപ്പെടെ, പോളണ്ട് പശ്ചിമ യൂറോപ്പ് എന്ന് പറയാനൊക്കില്ല, മുൻകാലത്ത് സോവിയറ്റ് സ്വാധീന മേഖലയായിരുന്നു. ഇപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമായ പോളണ്ടിന്റെയും നേതാക്കന്മാർ ഒത്തുചേർന്ന്, 8-10 രാജ്യങ്ങൾ നേതാക്കന്മാർ ഒത്തുചേർന്ന് ഉക്രൈന് വേണ്ടി പദ്ധതി തയ്യാറാക്കുകയാണ്. അവർക്കറിയാം, അമേരിക്കയെ നമ്പി നിന്നാൽ തങ്ങളുടെ സുരക്ഷ ഭീഷണി വരുന്നത് റഷ്യയിൽ നിന്നാണ്. റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വലിയ സൗഹാർദ്ദത്തിലാകുന്ന സ്ഥിതിക്ക് തങ്ങളുടെ കാര്യം ആര് നോക്കും? അപ്പൊ നെയ്റ്റോയെ നമ്പി അമേരിക്കയുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന നെയ്റ്റോയിലൂടെ മാത്രം യൂറോപ്പിന്റെ സുരക്ഷ ഇന്നത്തെ രൂപത്തിൽ പൂർണ്ണമായി നടപ്പാവില്ല. അതുകൊണ്ട് സെലൻസ്കിയും ഇവരോട് പറയുന്നു, യൂറോപ്യൻ നേതാക്കളോട് പറയുന്നു, ലുക്ക്, ഐ എം ഓൾസോ യൂറോപ്പ്, ഉക്രൈൻ ഓൾസോ ഇസ് ഇൻ യൂറോപ്പ്, ഈസ്റ്റേൺ യൂറോപ്പ്, നിങ്ങൾ വെസ്റ്റേൺ യൂറോപ്യൻ പവേഴ്സ് ആണ്, നിങ്ങളുടെ സുരക്ഷയാണ് ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന റഷ്യയിൽ നിന്നുള്ള ഭീഷണി കണ്ട് നിങ്ങൾ മാറി നിന്നാൽ നാളെ നിങ്ങൾക്കെതിരെ റഷ്യ തിരിയും. അപ്പോൾ ആരും കാണില്ല സഹായിക്കാൻ. അതുകൊണ്ട് ട്രംപ് ഈ കഴിച്ചുവിട്ട കാളക്കുറ്റനെ പോലെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ പായുമ്പോൾ നിങ്ങൾ ഓൾട്ടർനേറ്റ് പദ്ധതികൾ, ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ കൂടെ സുരക്ഷയ്ക്ക് ഒരു ഓൾട്ടർനേറ്റ് പദ്ധതി തയ്യാറാക്കണം എന്ന് സെലൻസ്കി പറയുമ്പോൾ അത് ഗൗരവമായി എടുക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയാൻ പറ്റില്ല, വെസ്റ്റേൺ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ, അത് EU എന്ന നിലയിലോ യൂറോപ്യൻ മറ്റ് എന്തെങ്കിലും നെയ്റ്റോ എന്ന നിലയിൽ, നെയ്റ്റോയിലെ യൂറോപ്യൻ പങ്കാളികൾ എന്ന നിലയിലോ അല്ല, മറിച്ച് ഫ്രാൻസിന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഉക്രൈൻ വിഷയത്തിൽ സംസാരിക്കാനായി വിളിച്ചുകൂട്ടിയ സമ്മേളനമാണ്. ഞാൻ ഉദ്ദേശിച്ചത്, ഈ സന്ദേശത്തിലൂടെ ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ലോകക്രമം മാറി മറിയുന്നു. അമേരിക്കയും യൂറോപ്പും ഒന്നാണ് എന്ന രീതിയിൽ നിന്നും മാറുന്നു. അമേരിക്കയുടെ കോമ്പറ്റീറ്ററാണ് വെസ്റ്റേൺ യൂറോപ്പ്. വ്യാപാര പങ്കാളിത്തത്തിൽ നിന്നും റൈവൽറിയിലേക്ക് നീങ്ങുകയാണ്. ഒരു പൊളിറ്റിക്കൽ റൈവൽറി ഉണ്ടാകില്ല ഒരിക്കലും. കാരണം പ്രത്യയശാസ്ത്രപരമായി പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ഉള്ള രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങൾ തമ്മിൽ സ്വാഭാവികമായ ഒരു അടുപ്പം ഉണ്ടാകും. പക്ഷെ ഈ ഭരണകൂടം, ഈ 4 വർഷം ട്രംപിന്റെ നയം പക്ക ബിസിനസ് തന്നെ ആയിരിക്കും. യൂറോപ്പ് എന്ന സൗഹൃദ മേഖലയോട് പോലും, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് പോലും ടാരിഫിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിക്കില്ല. അതുപോലെ തന്നെ ഉക്രൈന്റെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടേണ്ട, ഞാനും റഷ്യയും നേരിട്ട് ഇടപെട്ടുകൊള്ളാം എന്ന് പറയുമ്പോൾ ട്രംപിന്റെ മനസ്സിൽ എന്തായിരിക്കാം? എനിക്ക് തോന്നുന്നത് ഇതാണ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കൺവിൻസ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ട്രംപിന്റെ മുന്നിൽ മറ്റനേക വഴികളൊന്നുമില്ല. റഷ്യ ബോംബിടുമെന്നൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല. കാരണം റഷ്യക്ക് ആണവായുധങ്ങളുള്ള രാജ്യമാണ്. അങ്ങനെ ഈ ഗാസയെ പേടിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ ചില അറബ് രാജ്യങ്ങളെ പേടിപ്പിക്കുന്നത് പോലെ പേടിപ്പിക്കാവുന്ന രാജ്യമല്ല, അങ്ങനെ ഒരു മുതലല്ല റഷ്യ എന്ന് ഓർക്കണം. അത് അമേരിക്കയ്ക്കും അറിയുകയും ചെയ്യാം, ട്രംപിനും അറിയാം. അവിടെ റഷ്യ ആഗ്രഹിക്കുന്നത് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന, റഷ്യൻ വംശജരേറെയുള്ള ഉക്രൈന്റെ കിഴക്കൻ മേഖലകളായ ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യകൾ, അതുപോലെ സപ്രോഷ്യ, അവര് കീഴടക്കിയ സപ്രോഷ്യ ആണ്, മുതലേവൊക്കെയുള്ള പ്രവിശ്യയാണ് സപ്രോഷ്യ മേഖല. അതുപോലെ ആ ഒരു ഏറിയ മുഴുവൻ, അല്ലെങ്കിൽ 2ാമത്തെ വലിയ നഗരമായ ഖാർക്കീവ് അടങ്ങുന്ന ഒരു മേഖല, ഇതെല്ലാം തന്നെ ഉക്രൈന്റെ ഒരു ഭൂപ്രദേശത്തിന്റെയും ജനസംഖ്യയുടെയും ഒരു 5-1 വരും. അതുപോലെ 2014 ക്രൈമിയ കീഴടക്കി. ഉക്രൈന്റെ പ്രദേശമായിരുന്ന ക്രൈമിയ പെനിൻസുല റഷ്യ കീഴടക്കി. അത് 2014 തന്നെ കീഴടക്കിയതാണ്. ഈ മേഖലകൾ, ഉക്രൈന്റെ കിഴക്കൻ മേഖലയും തെക്കുള്ള ദ്വീപ് പോലെ കിടക്കുന്ന ഉപദ്വീപായ ക്രൈമിയായും പെർമനന്റായി റഷ്യക്ക് കൊടുക്കുക. അവിടെ റഷ്യൻ സ്വാധീന മേഖലയാണ്, റഷ്യൻ വംശജരേറെ ഉള്ളതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ ഉക്രൈൻ പിടിച്ചെടുത്ത ചില പ്രദേശങ്ങൾ, റഷ്യയിൽ നിന്നും ചെറിയൊരു പ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പ്രദേശം റഷ്യക്ക് തിരിച്ചു കൊടുക്കുക. അത് ചെറിയൊരു പ്രദേശം മാത്രമാണ്. അങ്ങനെ എല്ലാം മറത്തു പുറത്തു, ഒരു യുദ്ധമില്ലാ കരാർ. അതിന് പകരമായി നെയ്റ്റോയിൽ ഞങ്ങൾ ഉക്രൈനെ ചേർക്കില്ല എന്ന് അമേരിക്കയും ഉറപ്പ് നൽകുക. അതാണ് പുടിന്റെ മനസ്സിലിരിക്കുന്നത്. ട്രംപും ഏതാണ്ട് അതേ ലൈനിൽ തന്നെയാകണം ചിന്തിക്കുന്നത്. ട്രംപ് പറയും, ഒരു വയാമീഡിയ എന്നുള്ള നിലയിൽ നിങ്ങൾ പിടിച്ചെടുത്ത ഭാഗത്തിന്റെ അത്യാവശ്യ പ്രദേശങ്ങൾ മാത്രം കൈവശം വെച്ചിട്ട് ബാക്കി പ്രദേശത്തു നിന്നും പിന്മാറുക. പക്ഷെ ഉക്രൈന്റെ പ്രസിഡന്റിന് വ്ളാദിമിർ സെലൻസ്കിക്ക് 1 ഇഞ്ച് ഉക്രൈന്റെ മണ്ണ് വിട്ടുകൊടുത്തതിന് ശേഷം അധികാരത്തിൽ നിൽക്കാനാവില്ല. ഉക്രൈന്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പണ്ട് പോളണ്ട് വീതം വെച്ചതുപോലെയാകും. അങ്ങനെ വീതം വെക്കാനുള്ള രാജ്യമല്ല ഉക്രൈൻ എന്നാണ് ഉക്രൈനൻ ജനതയുടെയും യൂറോപ്യൻ സമൂഹത്തിന്റെയും പൊതുചിന്ത. അതുകൊണ്ട് യൂറോപ്യൻ സമൂഹത്തിന്റെ ചിന്തയും ഡൊണാൾഡ് ട്രംപിന്റെ ചിന്തയും ഈ വിഷയത്തിൽ കൺവേർജ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് യൂറോപ്പിൽ നിന്നും ശ്രദ്ധ തിരിച്ച് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരികയും, യൂറോപ്യൻ രാജ്യം എവിടെയാണ് ചർച്ച നടത്തുന്നത്? അമേരിക്കയെ സ്വാഭാവികമായി ചർച്ച നടത്തുന്നത് എവിടെയാണ്?
പടിഞ്ഞാറൻ യൂറോപ്പിൽ ഫ്രാൻസ് വിളിക്കുമ്പോൾ അമേരിക്ക കൂടെ വരിക, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇനിഷ്യേറ്റീവിൽ തന്നെ യൂറോപ്പിൽ എവിടെയെങ്കിലും ചർച്ച നടത്തുക. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അവിടെ അറബ് ലോകത്തിനൊന്നും അവിടെ വലിയ സ്റ്റേക്കുള്ള സ്ഥലമല്ലെന്ന് ഓർക്കണം. അപ്പൊ അറബ് ലോകത്തെ ചേർത്ത് പിടിച്ച, അല്ലെങ്കിൽ സൗദി അറേബ്യ എന്ന ഈ വിഷയത്തിൽ നിഷ്പക്ഷ രാജ്യത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന നീക്കങ്ങൾ, തൽക്കാലത്തേക്ക് ഒരു വേദി മാത്രമാണ് സൗദി അറേബ്യ എന്ന് ഓർക്കണം. ആ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ മാറി വരുന്ന കാഴ്ചപ്പാടുകളും പ്രെഫറൻസുകളും നയങ്ങളുമാണ്. ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്.